Motor vessel Tosca. Motor vessel Tosca. Vacate your engine room. Vacate your engine room. We're prepared to subject you to disabling fire. Okay, we gave the flare. Now we're getting അമേരിക്ക പിടിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ കപ്പലിലോട്ടെ അമേരിക്കൻ സേന അല്ലെങ്കിൽ അമേരിക്കയുടെ മറൈൻസ് ഹെലികോപ്റ്റർ വഴി ഇറങ്ങി അത് പിടിച്ചെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അത് അപ്പോൾ അത് കാണുന്ന പല ആളുകളും പറഞ്ഞു, ഓ എത്ര ഭയങ്കരമായിട്ട് അമേരിക്ക ഈ ഒരു കപ്പൽ പിടിച്ചെടുത്ത് നിങ്ങൾ നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ അമേരിക്കക്ക് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഇതൊരു നാവിക കപ്പലല്ല എന്നുള്ളത് ഈ കമൻ്റ് ഇടുന്നവന്മാർക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ സത്യം. അതായത് നോർമൽ ഒരു ചരക്ക് കൊണ്ടുപോകുന്ന സാധാരണ ഒരു യാത്രാ കപ്പൽ അതിലെ നാവികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എന്താ പറയുക ക്യാപ്റ്റന്മാരും മറ്റ് ക്രൂകളും അവരുടെ ഫാമിലിയും മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു തരത്തിലുള്ള ആയുധ സജ്ജീകരണങ്ങളും ഇല്ലാത്ത ഒരു കപ്പൽ അമേരിക്കയുടെ വലിയ പട ചാടി ഇറങ്ങി പിടിച്ചതാണ് നമ്മൾ ഈ കണ്ടത്. എന്തുകൊണ്ട് ഇറാൻ ഇതിനെതിരെ അല്ലെങ്കിൽ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഈ കപ്പലിലോട്ട് ഹിറ്റ് ചെയ്യാത്തത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ. കാരണം അതിലൊരുപാട് ഫാമിലി ഉണ്ട്. ഈ പറഞ്ഞ അതിലുള്ള നാവികരുടെ ഒക്കെ ഫാമിലി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കപ്പലിന് കൂടുതൽ അപകടങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ കപ്പലിൽ അത്രയും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇറാൻ ഒന്നും ചെയ്യാത്തത് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ ഒരു വിവരം കെട്ട ഊളകൾക്കും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് പോവാണ്. കാരണം ഒരു പടക്കപ്പലല്ല, ഇറാൻ്റെ ഒരു പടക്കപ്പൽ നേരിട്ട് പോയിട്ട് അമേരിക്കയുടെ മറൈൻസ് ഭയങ്കരമായിട്ടുള്ള ഇത് കാണിച്ചിട്ട് പിടിച്ചെടുത്തതല്ല. സാധാരണ ആരുമില്ലാത്ത അല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്ന ഒരു കപ്പലാണ് പിടിച്ചെടുത്തത്. നമുക്കറിയാം അൽ ദാന എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ ഏകദേശം 120 ആളുകൾ ഉണ്ടായിരുന്ന കപ്പലിൽ അത്രയും ആളുകളെ അമേരിക്കയുടെ ഒരു മിസൈൽ വിട്ടിട്ട് അവർ 85 ആളുകളാണ് അന്ന് മരിച്ചു പോയത്. അതും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഒരു കപ്പലായിരുന്നു നമുക്കറിയാം. അതായത് ഒരു നാവിക കപ്പൽ അല്ലെങ്കിൽ ഒരു യുദ്ധ പടക്കോപ്പുകളെല്ലാം കൂടെ നിറച്ച് വെച്ചൊരു കപ്പലായിരുന്നില്ല. അപ്പം ഇത് അമേരിക്കയുടെ ഒരു സ്ഥിരം പരിപാടിയായിട്ടാണ് കണ്ടത്. ഏതാണെങ്കിലും ഇറാൻ ഈ ഒരു ഇമേജ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണിപ്പം എങ്ങനെയാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്ന് കാണിക്കുന്ന സെൻട്രൽ കമാൻഡിൻ്റെ ദൃശ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഏതാണെങ്കിൽ ഇതിനുള്ള തിരിച്ചടിയായിട്ട് ഇറാൻ ഇപ്പം വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് അമേരിക്കയുടെ പടക്കപ്പലുകൾക്കെതിരെ ഇറാൻ്റെ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം, ദ റിവെഞ്ച് എന്നും പറഞ്ഞിട്ട് തന്നെ ഇറാൻ തിരിച്ച് അടിച്ചിട്ടുണ്ട്. എത്ര ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന് ഒരു കണക്കും ഇല്ല, ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ IRGC പുറത്തോട്ട് വിട്ടിട്ടില്ല. അമേരിക്കൻ കപ്പലുകൾക്ക് എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ഇതുവരെ ഇറാനും അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ നടപടിയെ സായുധ കൊള്ള എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ 900 അടി നീളമുള്ള ഇറാൻ്റെ തൂസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലാണ് ഈ ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക പിടിച്ചടക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പലിനെ പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ച് ഇത്തരത്തിലുള്ള ഇത് വന്നിട്ടുള്ളത്. ഇനി ആ അമേരിക്കൻ കപ്പൽ ഈ തൗസ്ക എന്ന് പറഞ്ഞിട്ടുള്ള കപ്പൽ പിടിച്ചെടുക്കുന്നതിൻ്റെ ഒരു ദൃശ്യം ഇപ്പോൾ നമ്മൾ കണ്ട ഇത് അവരുടെ സെൻട്രൽ കമാൻഡ് പുറത്തോട്ട് വിട്ടത്. അതേപോലെ തന്നെ ദൂരത്തൂടെ കപ്പൽ പോകുന്ന സമയത്ത് ഈ അമേരിക്കൻ ഈ കപ്പലിൻ്റെ പേരെന്താണ് USS സ്പ്രോൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലിൽ നിന്ന് പോയിട്ടുള്ള മെസ്സേജുകളും അവിടുന്ന് വെടിവെപ്പുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കപ്പൽ നിർത്താൻ തയ്യാറാക്കാത്തതിനെ തുടർന്ന് അതിൻ്റെ എൻജിൻ റൂമിലേക്ക് വെടിയുയർത്തുണ്ടായിരുന്നത്. അതിൻ്റെ സഞ്ചാരം അങ്ങനെയാണ് തടഞ്ഞതായിട്ട് US മറൈനുകൾ പറഞ്ഞിട്ടുള്ള. ആദ്യം ഇതിലോട്ട് വെടിയുയർത്തി കപ്പലിനെ നിർത്തി അതിനുശേഷം ഈ ഹെലികോപ്റ്ററിൽ പോയിട്ട് അതിലോട്ട് മറൈനുകൾ ചാടി ഇറങ്ങി അതിലെ പാവപ്പെട്ട ഫാമിലി അല്ലെങ്കിൽ കുറേ പേര് നാവികരിൽ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ പിടിച്ചു വെക്കുകയുണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിൽ ഇതിന് ബദലായിട്ടാണ് ഇപ്പം ഇറാൻ ഈ തരത്തിലുള്ള ഇത് ചെയ്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത് തന്നെ മറ്റൊരു ഇത് വരുന്നത് ഒരു റഡാർ ചിത്രങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് US എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റ് ഇസ്ലാമാബാദിൽ ലാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇന്ന് രാവിലെ വന്ന റഡാർ ചിത്രങ്ങളാണിത്. ഇന്നോ നാളെയായിട്ട് നടക്കാനിരുന്ന 2ാം ഘട്ട ചർച്ചയിലോട്ട് അമേരിക്ക ആളെ വിട്ടതായിട്ടായിരിക്കും എന്നുള്ള ഒരു അങ്ങനെയാണ് ആളുകൾ വിചാരിക്കുന്നത്. ഇസ്ലാമാബാദിലാണ്. കാരണം അങ്ങോട്ട് ഇപ്പം ഒരു ടീം എത്തേണ്ട കാര്യമുള്ളത് ഈ ഒരു നെഗോസിയേഷന് മാത്രം വേണ്ടിയിട്ട് പോകേണ്ട ടീമാണ്. അപ്പം അങ്ങോട്ട് ആളുകളെ വിട്ടതായിട്ടാണ് അമേരിക്ക വിട്ടിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പം കുറച്ച് മുമ്പ് വന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ആളെ വിടുന്നില്ല. കാരണം ഈ ഒരു സീസ് ഫയറും കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ സിവിലിയൻസിനെ വരെ അടക്കി പിടിച്ചിട്ട് ഒരു കപ്പൽ പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു ചർച്ച നമുക്ക് വേണ്ട, യുദ്ധം തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഈ തിരിച്ചടി ഡ്രോൺ ആക്രമണങ്ങൾ, ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾക്കെതിരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇറാൻ്റെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും കേൾക്കും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു യുദ്ധവിരാമവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ തിരിച്ച് അടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ സമയത്ത് തന്നെ മറ്റ് ചില ഫ്ലൈറ്റ് റഡാറുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് UAEയുടെ അൽ ദഫ്ര എയർബേസിലേക്ക് ഇപ്പം അതായത് അമേരിക്കൻ
സാധനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏത് 2 വിമാനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. 2 വിമാനങ്ങളാണ് ഇന്ന് വന്നതായിട്ട് കാണിക്കുന്നത്. അതായത് അവിടുത്തെ ഇറാൻ തകർത്ത് കളഞ്ഞിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ മറ്റ് താഡ് പോലത്തെ ബാറ്ററി മാറ്റുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് മിസൈലുകൾ നിറച്ചുകൊണ്ടിരിക്കുന്ന ബത്തപ്പാടിലാണ് അമേരിക്ക ഉള്ളത്. ഇത് അൽദഫ്ര എയർബേസ് ആൻഡ് നെവേറ്റിയം എയർബേസ്, 2 എയർബേസ് ആണ്. ഒന്ന് ഇസ്രായേലിൻ്റെ എയർബേസും ഒന്ന് UAE അൽദഫ്ര എയർബേസിലോട്ടും മാക്സിമം സാധനങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെയാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല മറ്റ് ചില വാർത്തകൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ഈ ഒരു ചിത്രം നമ്മൾ ഇന്നലെ കാണിച്ചു തരുന്നു അല്ലേ. അതായത് സദേൺ ലെബനോനിൽ ഇസ്രായേലിൻ്റെ IDF-ൻ്റെ അല്ലെങ്കിൽ പട്ടാളക്കാർ യേശുക്രിസ്തുവിൻ്റെ പ്രതിമ അവിടുന്ന് പൊളിച്ച് കളയുന്ന ഒരു ദൃശ്യമായിരുന്നു. ഇന്നലെ ആ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറേ പേര് താഴെ ഇത് ഫയൽ ചിത്രമാണ്, ചിത്രമാണെന്നൊക്കെ ചില കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഏതാണെങ്കിലും ഇതിപ്പം വളരെ സീരിയസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം IDF തന്നെ ഒരു അന്വേഷണ ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചു, IDF-ൻ്റെ സേനപ്പെട്ട ആരെങ്കിലും ആണോ ഇത് ചെയ്തത് എന്നുള്ളതിനുള്ള ഒരു പൂർണ്ണ ഒരു അന്വേഷണം വേണം എന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ രീതിയിൽ വൈറലായിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ എപ്പോഴും ഈ ജൂതന്മാർ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ വെറുക്കുന്ന ഒരു ടീമാണ് ക്രിസ്ത്യൻസ് എന്നുള്ളത് ഈ ക്രിസംഖികൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പാവം ക്രിസംഖികൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങളുടെ തന്ത ജൂതനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തന്ത ഇപ്പോഴും ഇസ്രായേലിൽ എവിടെയോ തേരാപാര നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്ത രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് 4 മുസ്ലിങ്ങൾ ചാവണം എന്നും വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ക്രിസംഖികളൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഇതാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർ അല്ലെങ്കിൽ നമുക്കറിയാം അമേരിക്കൻ ഭരണകൂടം എത്രത്തോളമാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളിലെ ട്രംപിൻ്റെ കൂട്ടപ്രാർത്ഥനകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ ഇതാണ് ഞങ്ങളുടെ യേശുദേവന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ യേശുദേവൻ നടക്കുന്ന അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലെ സംഖ്യകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുരിശ് വിളിക്കാൻ പോകുന്നത്, പള്ളി വിളിക്കാൻ പോകുന്നത്, ജയ ശ്രീറാം വിളിച്ചില്ലെങ്കിൽ അടിക്കാൻ പോകും. അതേ അവസ്ഥയൊക്കെ തന്നെയാണ് ജൂതൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സംഖ്യ തന്നെയാണ്. അതായത് ജൂതസംഖ്യ എന്ന് വേണമെങ്കിൽ ജൂതസംഖ്യകൾ പരിപാടി തന്നെയാണ്. ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അടിക്കാനും പിടിക്കാനും നിൽക്കുന്ന ഒരു നികൃഷ്ട ജീവികളാണ് ഈ ജൂതന്മാരുടെ 80%. അപ്പം ഇത് വളരെ വൈറലായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ലോകത്ത് പല ആളുകളും പല ക്രിസ്ത്യൻ അനുകൂലികളും ക്രിസ്ത്യാനികൾ ഇതിനെതിരെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ വാർത്ത നോട്ട് ചെയ്ത് വെച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വേണ്ട, മലയാളം ചാനലിൽ ഇന്ന് മലയാളം മാധ്യമങ്ങളിൽ ഉച്ചക്ക് ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് വലിയ സംഭവമായിട്ടുണ്ട്, നമ്മൾ രാവിലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ തലേ കയറി നിന്നു. എങ്കിലും അതും ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഇപ്പോൾ ഇത്രയും സമയം വരെ ഇറാൻ ഇതുവരെ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അവർ ഈ ഒരു ചർച്ചയ്ക്ക് പോകും എന്നുള്ളത്. പക്ഷേ അമേരിക്കയുടെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകൾ അവിടെ വന്നതായിട്ടുള്ള റഡാർ ചിത്രങ്ങളും കാണുന്നുണ്ട്. ഇനി ഏത് രീതിയിലാണ് യുദ്ധം, ഇപ്പം ഇന്നത്തോടുകൂടി സീസ് ഫയറും കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. അതോടുകൂടി ഇനി ഏത് രീതിയിലോട്ടാണ് ഇതിൻ്റെ ഭാഗങ്ങൾ പോകുന്ന അറിയില്ല. ഇത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം മാക്സിമം അമേരിക്കൻ എയർബേസുകൾ തീർന്ന ആയുധങ്ങളൊക്കെ അവർ നിറച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇറാൻ ഇന്നലെ വന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് 70%, അതായത് മൊത്തം 100-ൽ കുറേയൊക്കെ തീർന്നു, ഇപ്പം 70% ഞങ്ങൾ വീണ്ടും റീഫിൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒരു പ്രശ്നമില്ല, നിങ്ങൾ അടിച്ചോ, ഞങ്ങൾ തിരിച്ചടിച്ചോളാം എന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം നിലവിലെ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഇപ്പം നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നോ, ഇന്ന് ഗുജറാത്തിൽ നിന്ന് ആളുകൾ പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്ന ഗുജറാത്തിൽ രൂക്ഷമായിട്ടിരിക്കുകയാണ്. അതായത് മോദിജിയുടെ സ്വന്തം നാട് തന്നെ അവിടുത്തെ ഈ പാചകവാതങ്ങളും അതുപോലെ തന്നെ പെട്രോളിയത്തിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ ക്ഷാമം ഭയങ്കര രൂക്ഷമായതുകൊണ്ട് അവിടെ നിന്ന് ആളുകൾ ഓടിപ്പോകുന്നതിൻ്റെ ഒരുപാട് ദൃശ്യങ്ങൾ റീലുകൾ പുറത്തു വന്നിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. പക്ഷെ എന്നാലും നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ രാജ്യദ്രോഹിയാവുന്നതാണ് പേര്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം ഏത് രീതിയിലാണ് നമുക്കിപ്പം ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്. ഇനി അതുമാത്രമല്ല, ഇന്ത്യയുടെ ഏതോ ഒരു കപ്പൽ ഇന്ന് കടത്തി വിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിലുമായിട്ട് വരുന്ന ഏതൊരു കപ്പലുകൾ ഇറാൻ ഇന്ന് ഹോർമോസിലൂടെ കടത്തി വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതാണെങ്കിൽ ഇറാൻ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വരുന്ന കുട ഉണച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മുടെ ഭരണാധികാരികളുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇനി എന്താണോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്കും സപ്പോർട്ടും ഒക്കെ തരാം. ബൈ.